അപ്പൊ ഇന്നത്തെ വീഡിയോത്തിന് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ അതെ അപ്പോ അല്ല ഗീതയും അമ്മു സ്കൂൾക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ രാവിലെ പോയിട്ടായി. അതെ അതെ അവരില്ല അവിടെ. അതെ നമ്മക്കൊന്നും നോക്കാന്ന് നമ്മളിപ്പോ പണിക്ക് പോകുന്നില്ല, എന്നാലും അതൊരു ആശയല്ലേ, നമ്മളുടെ പച്ച കൈയല്ലേ. അതെ അതെ ഇപ്പൊ കാപ്പി പൗത്തത് കാണാന് ഇവിടെ എല്ലാം പച്ചയാണ്, പിന്നെ അവിടെ പൗത്തിട്ടുണ്ട്, നോക്കാം നമ്മക്ക് അതിന് പോന്നേ. അതെ ഇവിടെ എല്ലാം പച്ച അല്ലേ, ഇവിടെ എല്ലാം പച്ച. ഇതാ ഇത് നോക്ക്, ഇതെല്ലാം പറിക്കാൻ നമ്മള് മുമ്പില് ചാക്ക് കെട്ടിട്ട് അതെ ഇങ്ങനെ ഊരി ഊരി പറിക്കുന്ന ചെടിയില് മുമ്പിലും ഊരി പറിക്കാനും മുമ്പിലേക്ക് ചാക്ക് കെട്ടണം. ഇവിടെ നോക്ക, അവിടെ ഒന്ന് ഇവിടെ ഒന്ന് പൗത്തിന്. ഇത് എന്താ പറയാ, ഇനി ഒന്നായിട്ട് പൗക്കും. ചെടിയായ കൊണ്ട് ചെറിയ ചെടിയായ കൊണ്ട് അതെ നല്ല പറിക്കാന്ന്. ഇതെല്ലാം കുട്ടികൾ നല്ല ഇങ്ങനത്തെ ചെടിയായാല് വരിമാ സ്കൂളിലേക്ക് ഇന്ന് പോകണ്ട, ലീവ് പറഞ്ഞിട്ട് വരി, ചെറിയ ചെറിയ ചെടിയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. എന്താ പറഞ്ഞാല് എല്ലാ അപ്പവും കുറച്ചേ കിട്ടിയാല് കുട്ടികളിന് കൂട്ടി പറിക്കല്ലേ. അതെ അങ്ങനെ ഇത് വലിയവർക്ക് പറിക്കുമ്പോ നടുവേദന എടുക്കും ഇങ്ങനത്തെ ചെടി. അതെ അല്ലേ, കുട്ടികളാവുമ്പോ നല്ല ഭാഗങ്ങളിൽ പറിക്കാം. അപ്പൊ നമുക്ക് മേലേക്ക് കുറച്ച് മേലെ പോയാല് അവിടെ പോയിട്ട് നോക്കാം. അതെ അവിടെ പോയിട്ട് നോക്കിയിട്ട് എല്ലാം പൗത്തില്ലെന്ന് അപ്പൊ നോക്കിയിട്ട് വരാം. അതെ നല്ല ഇത് കുറച്ച് ഇപ്പൊ ഇത് എന്താ പറഞ്ഞ തണല് കുറവ് ഇവിടെ ഒരു റോഡാക്കിന്ന്. അതെ അതിനെ കൊണ്ട് ഇതിന് ചൂട് കിട്ടുന്നുണ്ട്. ഈ കാപ്പിക്കെല്ലാം മൂത്തതിന് ചൂട് കിട്ടിയാല് വേഗം പൗക്കും. ഇതാ കാണില്ലേ അതിന്റെ ഇടയിൽ ഇവിടെ നോക്ക്, പക്ഷികള് ഇത് ചോക്കുമ്പോളെ പക്ഷികള് പകുതി ഇതാ അതിന്റെ കുരു ചവച്ചിട്ട് ഇട്ടിട്ടുള്ളത്. ഇതാ ഇങ്ങനെ തൊട്ട് കാണുന്നത് എന്തറിയോ, കുരങ്ങാണ്. കുരങ്ങൻ പറിച്ചിട്ട് ഇങ്ങനെ തൊട്ട് കാണുന്നേ. അതിന് പൗക്കുമ്പോളേ ആല വിടും. കുരങ്ങും തിന്നു, പച്ചയും തിന്നു. നല്ല വലിയ വലിയ പഴലമാ, വലിയ പഴം. ഇങ്ങനത്തെ ചെടിയില് ഇവിടെ നോക്ക്, ഇങ്ങനത്തെ ചെടിയില് വലുതന്നെ കിട്ടുള്ളൂ. പഴയ ചെടിന്ന് പറയൂ, വലിയ ചെടി അതിലിങ്ങനെ ഉണ്ടാവില്ല. ഇത് നോക്ക് കൊലയായിട്ട് എങ്ങനെ ഉണ്ട് കുസിയാവുന്നുണ്ടല്ലോ. അതന്നെ ഇവിടെ പൗത്തില്. അപ്പൊ നിനക്ക് ഇന്ന് ലീവല്ലേ, നിന്നെ കൂട്ടിട്ട് പോയിട്ട് എനിക്ക് നോക്കണം പറഞ്ഞിട്ട് ഉണ്ടായി. അങ്ങനെ നമ്മളിപ്പൊ ഈ പണി ഈന്റെ ഉള്ളിലേ ജനിച്ച് വളർന്നവരാ. അതെ അപ്പൊ ഇതെല്ലാം കാണാനാകും. അതെ ഒരു കൊതി, ആ ചെടിയില് നോക്ക് ഈ ചെടിയില് നോക്ക് പറഞ്ഞിട്ട് ഓടുവാ നമ്മള്. ഇതാ ഇവിടെ നോക്ക് ഗീത, ഈലുള്ള ചെടിനെ റെക്കെല്ലാം പൊട്ടിച്ചിട്ട് ഒറ്റ ഒരു പച്ചയും വെച്ചിട്ടില്ല, പൗത്തതും വെച്ചിട്ടില്ല. ഇതതിന്റെ തൊട്ടല്ല കണ്ണെ നോക്ക്, എല്ലാം കുറഞ്ഞ് തിന്നിട്ട് കംപ്ലീറ്റ് തീർത്തുന്നു. മുതലാളിമാർക്കല്ല എന്ത് നഷ്ടോ. അതെ ഇങ്ങനെ ആളെ വെച്ചിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. അതെ അവര് ഇത് കാണുമ്പോ എത്ര ഭയർ കത്തുവോ. അല്ലേ, ഇതാ അതില് പൗക്കണേ ഉള്ളൂ. എല്ലാ ചെടി പഴുത്തിന്, കൊറേ ചെടികൾ പഴുത്തിനല്ലേ. പൗത്തിന് ഇതില് മാത്രം നല്ലോണം പൗത്തിന്. അതെ ഇവിടെ ചെടി ഇത് ഇതെല്ലാം കാണുമ്പോ പണ്ടത്തെ ഓർമ്മ ഉണ്ടല്ലോ അമ്മ. ഇവിടെ നോക്കിട്ട് അതെ വീട്ടിലേക്ക് വരുന്നില്ല. എന്തിനാ ഇവിടെ എന്നെ ഇരിക്കാം. എനിക്ക് ഇതെല്ലാം കാണുമ്പോ ഇതില് നോക്ക് അതില് നോക്ക് പറഞ്ഞിട്ട് അങ്ങനെ കയ്യെല്ലാം കടന്നിട്ട് ഇതാവുന്നു ഇങ്ങനത്തെ ചെടിയെല്ലാം കൊടുക്കും അത്രേന്ന് പറയുമ്പോ ഞങ്ങ പിടിച്ച ബരീനെ എങ്ങനെ എത്തിക്കൂന്ന് അറിയൂല. എന്റേത് കഴിഞ്ഞു, എന്റെ ബരി കഴിഞ്ഞു, ഞങ്ങൾക്ക് അവിടെ പോകാ പറയൂ. എല്ലാറിനും കയ്യട്ടെ കൂട്ടിയിട്ട് പോകാ പറയൂ. ഞങ്ങ എന്തത് പറിക്കണോ എന്ന് കളമ്പ് കൂടും. ഇതാ ഇങ്ങനത്തെ ചെടിയെല്ലാം ഓരോ കാപ്പിന്റെ വണ്ണം നോക്ക്. ഇതാ കണ്ട ഈ കൊലയില് ഇതിലും മണ്ട് കുറഞ്ഞ് ഇതാ 1 2 ഇവിടെ നോക്കി കൊത്തില് പൗത്തത് നോക്കിട്ട് തിന്നത്. ഇപ്പൊ രുചി നോക്കിട്ട് പോയിന് കേട്ടാ. 1 2 പൗക്കുമ്പോ ഇത് നല്ലോണം പൗത്താല് അവരെല്ലാം പറിച്ചിട്ടില്ല പറഞ്ഞാല്
ഇത് നോക്കുമ്പോ കുരങ്ങ് തിന്നിട്ട് താഴെട്ടിട്ടുള്ള അതേപ്പാ ഇതെല്ലാം ഒരു പരിക്കുമ്പോ തിന്നുമ്പോ കയ്യിന് തെറ്റിയിട്ട് വീണത്. ഇത് പരിപ്പാക്കിയിട്ട് പരിപ്പ് ഇട്ടത് ഇതാ കാണുന്ന. ചിലത് പരിപ്പിന്റെ മുതുങ്ങും അങ്ങനെ തൂറു. ആ പരിപ്പുണ്ട നല്ലോണം ഇരുന്ന് അവർക്ക് തിന്നാം. അതെ, കൊറങ്ങമാർക്ക് മേലെ കയറി പറിക്കണമെന്നൊന്നുമില്ല. ഇല്ല, ഇരിക്കൂ, നിൽക്കൂ. ചിലതിങ്ങനെ 2 കാലിൽ നിന്നിട്ട് ഇങ്ങനെ പറിച്ച് തിന്നു. അതെ അതെ, അങ്ങനെ ഈ മേലത്തെ വീതി കംപ്ലീറ്റ് പൗത്തിന്. അതെ. കണ്ട എല്ലാ ചെടി പഴുത്തിട്ട് ഇതൊരു ചെടി മാത്രം കുറച്ച് കായ് ചെടി. ഇതിന് നമ്മൾ അങ്ങനെ വിടും. ഇതിൽ പഴുത്തത് മാത്രം പറിച്ചിട്ട് കായെല്ലാം അങ്ങനെ വിടും പഴുക്കാൻ വേണ്ടിയിട്ട്. അത് മഞ്ഞ കളറായിട്ട് കട്ടക്കായ അതങ്ങനെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവും. കട്ടക്കായ എന്ന് പറയുന്ന സാധനോ ഇങ്ങനെ പൗക്കില്ല. നമ്മൾ കണ്ട ചെടീന്റെ മാതിരി പൗക്കില്ല. വേറെ മക്കളെ പിന്നെ നിങ്ങ മെല്ലെ പരിക്കി ഞാൻ പറഞ്ഞോളാ എന്ന് പറഞ്ഞിട്ട് അയക്കൂ. അങ്ങനത്തേതല്ലേ ഇപ്പൊ കാണുമ്പോ ദുഃഖവും വരുന്നുണ്ട്, കുസിയാവും. എത്ര കുസിയായല്ലോ അങ്ങനെ പണ്ടത്തെ അങ്ങനെ പരിക്കാനാവില്ലല്ലോ. നേരം വിൽക്കുമ്പോലെ പോയിട്ട് എന്റേത് അധികയാ നിന്റേത് അധികയാ നോക്കട്ടെ പറഞ്ഞിട്ട് പന്ത്യത്തിൽ പരിക്കുന്ന അങ്ങനെ പരിക്കുമല്ലേ. അങ്ങനെയാണ് ഈ കാപ്പിന്റെ കഥ. ഇപ്പൊ കാണുമ്പോ ദുഃഖം വരുന്നുണ്ട് നേരായിട്ട്. എനക്ക് ആ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതെല്ലാം വേണ്ടാന്ന് മതിയാക്കിയതല്ലേ. ഇപ്പൊ പണ്ടത്തെ എല്ലാം ഓർത്തിട്ട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യോ അല്ലേ? ആവുമ്പോ ദുഃഖിക്കായിരുന്നു. എന്നെ പറിക്കാൻ മുടിയില്ല പറഞ്ഞിട്ട് പാടില്ലല്ലേ. ഗീത ഞങ്ങളുള്ള വലിയ എസ്റ്റേറ്റ് അയ്യാ 400 ഏക്കർ 500 ഏക്കർ അത്രയേ ജനങ്ങളും ഉണ്ടായി. ബാലനൂർ ചെടി പറയുക. ബാലനൂർ ഇത് വണ്ണം വെച്ച് അങ്ങനെ ഇങ്ങനെ കാപ്പിയും പിടിക്കും. നിറച്ചൊരക്കയും നിറച്ചുണ്ടാവും. ഓരോരോ 6 ചാക്ക് കിട്ടും ഓരോരോ ചെടിയില്. ഓരോരോ ചെടിക്ക് ഓരോരോ പേരാ. ബാലനൂർ ചെടി, പിന്നെ സാൻഡ്രമ്മ ചെടി, അറബി ചെടി, റോബസ്റ്റ് ചെടി, എല്ലാത്തിനും ഓരോ പേരുണ്ട്. ഇതിന് നല്ല പേര്. ഇത് നല്ല കാപ്പി കൊടുക്കുന്ന ചെടിയാണ് ബാലനൂർ ചെടി പറയുന്നത്. ഇപ്പൊ ചെറിയ ചെടിയാണ്. ഇങ്ങനെ എകറമണ്ട് 4 റെക്ക ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. ആ റെക്ക എത്ര നീളുണ്ടോ അത്ര നീളത്തൊന്നും കാപ്പി ഇട്ടാവും. അതേ ബാലനൂർ ചെടിയിൽ നല്ല നിറയണം. ഒരു ദിവസം കൊണ്ട് ഇട്ടിട്ട് അവിടേക്ക് ഒരു അടയാളം കെട്ടു. അത്രയേ നിറച്ചിട്ട് ഏറ്റിട്ട് പോയിട്ട് വരിയിൽ നിൽക്കും. ആദ്യത്തിന്റെ ഒരു പോയാല് ബാക്കത്തെ പോവും. അങ്ങനെ വരിയിൽ നിന്നിട്ട് അളന്നിട്ട് വരും. ഓരോരാൾക്ക് 2 ചാക്ക് 2.5 ചാക്ക് 3 ചാക്കായ ഒരു ഉഷാറായിട്ട് പറിക്കുന്നവർക്ക് അത്ര കാപ്പിയാവും. അങ്ങനെ ഇത് ബാലനൂർ ചെടി. ഈ ഇത് നടുക്ക് ഇങ്ങനെ നട്ട് നല്ല സാൻഡ്രമ്മ ചെടി. ഇത് സാൻഡ്രമ്മ. റോബസ്റ്റ് ഇവിടെ ഇല്ല, കാണിച്ചു കൊടുക്കാൻ ഉണ്ടായി. റോബസ്റ്റ് ചെടി, അറബി ചെടി. അറബി തന്നെ സാൻഡ്രമ്മ പറയുന്നതും. അന്നങ്ക അറബിയേ വേറെ, ബാലനൂരേ വേറെ. അങ്ങനെ ഇതാണ് തോട്ടം. വലിയ എസ്റ്റേറ്റാണ് ഇത്. അതെ, വലിയൊരു എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റിന്റെ പേര് കോട്ടക്കാട്. കോട്ടക്കാട് എന്ന് പറഞ്ഞിട്ട് എസ്റ്റേറ്റിന്റെ പേര്. അതെ. അപ്പൊ അങ്ങ ഉള്ളത് ഇതിന്റെ അടുത്ത് തന്നെ. പൗത്ത് നമ്മ സൈഡിലുള്ള കാപ്പിന്ന് ഗീത പറഞ്ഞു. വീട്ടിലേ ഉള്ളതല്ല, സുഖമില്ലാത്ത പിന്നെ പൗത്തിട്ടുണ്ട് അങ്ങനെ കുടിക്കാൻ നോക്കൊന്നു മോളെ പറഞ്ഞിട്ട് ഇതേ വന്നു ഞങ്ങ ബാക്ക് സൈഡിലേ ആയിട്ട്. അങ്ങനെ ഇത് നിങ്ങൾക്കും കാണാനായി നോക്കുന്നവർക്കും ചെടികളുടെ പേരും പറഞ്ഞ് കുറഞ്ഞ് തിന്നതും കാണിച്ച് അങ്ങനെ ഞങ്ങളും നോക്കി നിങ്ങളും നോക്കി. ഇത് വടക്ക നമ്മ കഴിഞ്ഞ കൊല്ലം
ഇത് കാണാൻ തന്നെ ആളെ കൂട്ടിയിട്ട് വരണം ആ മാതിരി ഉണ്ടായി. ഈ പ്രാവശ്യം മണി കുറവാണ്. പിന്നെ വരി ആയിട്ട് വറക്കണു. പിന്നെ ഇവിടുത്തെ മുളക് ഉണ്ടല്ലേ, ചെറുമുളക് പറയുന്നത് അതും എല്ലാം ഉണ്ടാവും. ഈ പ്രാവശ്യം നോക്ക് കുറവ് അല്ലേ ഗീതേ? തീരെ കുറവ്. കോച്ചില് എങ്ങനെ പറഞ്ഞാൽ മുളക് എടുക്കണവര് നോക്കിയിട്ട് ഈ മണി കോച്ചിൽ കുറവായാല് അത്ര പൈസക്ക് അവർ എടുക്കില്ല. കുറവൊക്കെ ചോദിക്കും. അത്രയ്ക്ക് കൊടുത്താൽ ഞങ്ങൾ ഇത് കണ്ടിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കില്ല പറയും. ഇതിൽ നോക്കിയിട്ട് അവർക്ക് ലാഭമല്ലേ. അങ്ങനെ വന്നിട്ട് അതും എടുക്കൂ. അങ്ങനെ കാപ്പി മാത്രം ആർക്കും കൊടുക്കില്ല. ഇത് മേലെ വരെ ഉണ്ട് വലിയ വള്ളി. ഇത് വലിയ വള്ളി ഈ പ്രാവശ്യം കുറവ്. മുളകേ കുറവാണ്. മുളകേ കുറവ് ഈ പ്രാവശ്യം. എന്താന്ന് അറിയില്ല, കുറവാണ്. മഴ ജാസ്തിയായിട്ട്. അതെ. തളർന്നു പോയല്ലേ. അപ്പ അവിടെ എല്ലാം പോയി കിട്ടി കാപ്പി എല്ലാം നോക്കി വന്നു. എന്നാലും കഷ്ടം അറിയുന്നില്ല. അവിടെ പോകുമ്പോ ദുഃഖം വരാനേ ചെയ്തത് എനക്ക്. പിന്നെ അങ്ങനെയാണ്. ഇതമ്മ ഈ തുളസി ചെടി അത് പോയാല് തലവേദന കുറവാവും. ചുമ അധികം ആയിന്ന് പറഞ്ഞാല് ഒരു ഇത്ര ചപ്പു പറിച്ചിട്ട് അതിന് കുറച്ച് ജീരകം, കുറച്ച് ഇഞ്ചി, കുറച്ച് കുരുമുളക്, ഈ ലവങ്ക ഉണ്ടല്ലേ, പൂ പോലത്തെ മൂക്ക് പൊട്ടു പോലത്തെ ഇറച്ചി കറിക്കല്ലേ ലവങ്ക, അത് കുറച്ച് എല്ലാം ചതയ്ക്കുക. ഇതിനെ ചപ്പ് ചതയ്ക്കാനില്ലേ, ഇതെല്ലാം ചതച്ചിട്ട് ചപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല വെള്ളം ഒഴിക്കുക. നല്ല പറഞ്ഞാൽ കുറേ അല്ലപ്പ നമ്മൾ കാപ്പിയോ ചായയോ വെക്കുന്ന അത്ര വെള്ളം. കറുത്ത വെള്ളം, വെളുത്ത വെള്ളമല്ല പഞ്ചാരയും അല്ല, കറുത്ത വെള്ളം. അതും ഇട്ടിട്ട് നല്ല തിളപ്പിക്കുക. അത് തിളപ്പിച്ചിട്ട് ഒരു 1.5 ഗ്ലാസ് കുടിച്ച് പറഞ്ഞാല് അവരുടെ ഈ ചുമ അടങ്ങി പോകും. ഇനിയും പിഞ്ച് കുട്ടി 2.5 മാസം 3 മാസം ഇങ്ങനെ ആയ കുട്ടികൾക്ക് ചുമകിമ വന്നാല് ഒരു സ്പൂണിന്റെ അത്ര ഈണ്ട ചാറ് എടുക്കുക. അതില് ഒരു തുള്ളി തേന് അത് ഉരയ്ക്കുക. ഒരു ലേസം അമ്മേന്റെ പാലില് ഈ കുരുമുളകിന്റെ തോലെടുത്തിട്ട് ഉള്ളിലത്തെ വെളുപ്പുണ്ടല്ലേ അതിനെങ്ങനെ ഉറതുക. ഫുള്ള് ഉറതൊന്നുമില്ലപ്പാ, ഒരു കുറച്ച് ഉറത്തിട്ട് ആ സ്പൂണില് സംഗതി ഉണ്ടല്ലേ, തുളസിന്റെ വെള്ളവും തേനും എല്ലാം ഇട്ടിച്ചിനല്ലേ അതിലേക്ക് ഇങ്ങനെ കളക്കുക. ആ കുട്ടികൾക്ക് ഇതിനെ തൊട്ടിട്ട് നാവിനെ വെച്ച് കൊടുക്കുക. പിഞ്ച് കുട്ടികൾക്ക് ഒരു 2 മാസം 3 മാസം ആയ കുട്ടികൾക്ക് അത് കഫം എല്ലാം കുറയും. തൂറിയിട്ടും ഛർദിച്ചിട്ടും അതിൽ കഫം പോവും. അത്ര മരുന്ന് ഇവിടെ പറഞ്ഞാല് കണ്ടമാനമുള്ള കൊണ്ട് കേവലം എൻ്റെ മരുന്നൊന്നും അറിയില്ല. നമ്മളുടെ ഇവിടെ ശീതം പിടിച്ച് പറഞ്ഞാൽ തൊണ്ടവേദന വന്നു പറഞ്ഞാൽ അമ്മ തുളസീൻ്റെ വെള്ളം ആക്കിയിട്ട് കൊടുക്ക്, കഷായം ആക്കിയിട്ട് കൊടുക്ക് ആണ് പറഞ്ഞിട്ടേ പറയുള്ളൂ. അങ്ങനെ ഇതില് നല്ല പിഞ്ചു കുട്ടികളിന് കുടിച്ചതുമാ സടാനെ നമുക്ക് ഈ മരുന്നെല്ലാം കുത്തിയിട്ടും തറച്ചിട്ടും തിളപ്പിച്ചിട്ടും ആവില്ല പറഞ്ഞവര് ചപ്പിനെങ്ങനെ ഊരി കൊണ്ടുപോയിട്ട് തിളച്ച വെള്ളത്തിൽ ഇടി. അതിൻ്റെ ഇങ്ങനെ ആക്കിയിട്ട് കംപ്ലീറ്റ് തലയ്ക്കും മുഖത്തേക്കും ആവണം. അങ്ങനെ ബെസർക്കണം. ആ മാതിരി കുടിച്ചാല് തലവേദന എല്ലാം പോവും, കഫവും വരും. വായു കൊണ്ട് കാക്കരിക്കുമ്പോ ചുമച്ചിട്ട് എല്ലാ കഫവും നല്ലൊരു മരുന്നും കറുംതുളസി പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് തുളസി ചെടിന്റെ നടുവിൽ വന്നിട്ട് കാപ്പി ഇതായിന്റെ ഒരു മരുന്ന് പറയട്ടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് എല്ലാരും ഈ മരുന്ന് ഉപയോഗിച്ചോളി, ആയുർവേദിക്ക് മരുന്ന്. അതെ. അപ്പോ കാപ്പി എല്ലാം നോക്കിട്ട് വന്നല്ലോ. പൗത്തിട്ടുണ്ട് കാപ്പി. അങ്ങനെ ഇരുന്നോണ്ടിണ്ടായിട്ട് എല്ലാം പോയിട്ട് ചുറ്റി നോക്കിയിട്ട് വന്നു. അങ്ങനെ കുറച്ച് തുളസിന്റെ കഥയും പറഞ്ഞിട്ടുണ്ട്. അതെ, ഇന്നത്തെ ദിവസത്തിന് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം.